സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ കൺമണിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ആദ്യമായി ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ മാനസ വരച്ച ഡിസൈനൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞതും ഇതൊക്കെ ഓർമ്മ വരുന്നു. അങ്ങനെ സങ്കടപ്പെട്ട് കൺമണി നിൽക്കുകയാണ്. കൺമണി മനസ്സിൽ വിചാരിക്കാൻ ആദ്യമായി ജോയിൻ ചെയ്യാൻ വന്ന ദിവസം തന്നെ ഇതിവിടെ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരുമല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കൃഷി അവിടെ വരും. കൃഷിനെ കാണുമ്പോൾ കൺമണി പറയും, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് സാർ. അതെന്താണ് കൺമണി എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയും, എനിക്ക് അലികയിൽ നിന്ന് രാജിവെച്ചാൽ കൊള്ളാമോ എന്ന് തോന്നുന്നു എന്ന് കൺമണി കൃഷ്ണനോട് പറയും. കൃഷ്ണൻ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാവുന്നു. അതെന്താ കാരണം കൺമണി എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൺമണിയും കൃഷിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാനസ വരുന്നു. മാനസ വന്നിട്ട് പറയാണ്, കൺമണി എത്തിയ സമയമാണല്ലോ കൺമണി നീ വന്നത്. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അതെന്താ മാഡം എന്തിനാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നതെന്ന് മാനസയോട് കൺമണി ചോദിക്കും. അപ്പോൾ മാനസ പറയും, കൺമണി മാനസയോട് ചോദിക്കുന്നു, അത് എന്നെ കൃഷാണ് ഇവിടെ നിന്ന് മാറ്റി ബാംഗ്ലൂരിലേക്ക് മാറ്റുന്നത് എന്ന് പറയും. അപ്പോൾ കൃഷ് സാറോ എന്ന് അന്തം വിട്ട് കൺമണി ചോദിക്കുന്നു, അതെന്തിനാണ് മാഡത്തിനെ കൃഷ് സാറ് മാറ്റുന്നത് എന്ന്. അതെനിക്കറിയില്ല കൃഷി എന്തിനാണ് എന്നെ മാറ്റുന്നതെന്ന്. പക്ഷേ ഞാൻ പോയാലും ഈ കൃഷിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോഴേ എനിക്ക് നീ പറഞ്ഞു തരണം. കൃഷി ആരെ കാണുന്നു, ആരെടുത്ത് സംസാരിക്കുന്നു, ആരുമായിട്ട് ഫ്രണ്ട്സ് ആകുന്നു എന്നുള്ള എല്ലാ കാര്യവും നീ എനിക്ക് പറഞ്ഞു തരണമെന്ന് കൺമണിയോട് മാനസ വിശ്വസ്തയായ ഫ്രണ്ടിൻ്റെ പറയുന്നത് പോലെ പറയുന്നു. ശരിക്കും കൺമണി തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി മാനസയോട് പറയുമോ? മാനസയുടെ വിശ്വസ്തയായ കൂട്ടുകാരി ആയിരിക്കുമോ കൺമണി? കഴിഞ്ഞ് കൺമണിയുടെ 3 അപ്പച്ചിമാർ നേരെ വരുന്നത് മാനസയുടെ അടുത്താണ്. മാനസയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, കൺമണിയും കൃഷ് സാറും എന്തൊരു സംസാരമാണ്, എന്തോ അവർ തമ്മിലുള്ള എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ മാനസ ചോദിക്കും, അതെന്താ നിങ്ങളങ്ങനെ പറയുന്നത്? ഇല്ല, കൃഷ് സാറേയും കൺമണിയും കാണുമ്പോൾ അവർ രണ്ടുപേരും പ്രണയത്തിലാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവർ പെരുമാറുന്നത് എന്ന് അവർ ഇല്ലാത്തതെല്ലാം പറഞ്ഞ് മാനസയെ എരിപിരി കയറ്റുകയാണ്. ഇത് കേൾക്കുന്ന മാനസ പകച്ചു പോവുകയാണ്. ഇത് കഴിഞ്ഞ് കൃഷി കൺമണിയോട് വന്ന് പറയുകയാണ്, കൺമണി നീ ഇവിടെ നിന്ന് രാജിവെക്കരുത്, കൺമണി ഈ കമ്പനിയിൽ തന്നെ വേണം, അലികയിലെന്നും കൺമണി വേണമെന്ന് കൃഷി കൺമണിയോട് പറയുന്നു. കൺമണി തൻ്റെ ഭർത്താവായ കൃഷി പറഞ്ഞത് അംഗീകരിക്കുമോ അതോ ചേട്ടനായ മനോജ് പറയുന്നത് കേൾക്കുമോ? വലിയൊരു വഴിത്തിരിവിലേക്കാണ് സൂപ്പർ കൺമണി പോകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.